അങ്ങോട്ട് മാറിയിരിക്കടി, മാറി. ഇവിടെ വിളമ്പിത്തരാനൊന്നും ആരുമില്ലേ? തന്നെത്താനെ എടുത്ത് കഴിച്ചു വെച്ച് കൈയൊന്നും ഒടിഞ്ഞു പോവില്ല. ആ അരവിന്ദേ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ചേച്ചി വന്നാ പിന്നെ അധിക സമയമില്ല. ആദ്യം അമ്മയച്ഛനും വരട്ടെ, അതിനുശേഷമല്ലേ കല്യാണം. കഴുത്ത് കയറി ആരെങ്കിലും പിടിച്ചോ? ആഹാരർക്കൊരു ബുദ്ധിമുട്ട്. എന്റെ തൊണ്ടയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ആനന്ദിന്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നീ ഈ കല്യാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നുമല്ലോ. നീ എന്താ പൊട്ടം കളിക്കുന്നോ? ഇളയമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഈ അധികാരം കാണിക്കലും അമ്മ ചമയലും ഒന്നും എന്റെ അടുത്ത് വേണ്ട. എന്താ ബ്രോ ഇത്? ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇളയമ്മല്ലേ ഇളയമ്മ. ഇളയമ്മയ്ക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശം ഉണ്ട് ബ്രോ, ഇല്ലേ? അല്ല ഇളയമ്മ, ഇളയമ്മയ്ക്ക് എന്താ അറിയാനുള്ളത്? എന്നോട് ചോദിക്കാറുന്നില്ലേ? ഞാൻ മറുപടി പറഞ്ഞു തരായിരുന്നില്ലേ? ഇപ്പൊ ഈ കല്യാണത്തെ കുറിച്ചല്ലേ ഇളയമ്മയ്ക്ക് അറിയേണ്ടത്? എന്നാ കേട്ടോളാം. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ എന്ന എന്റെ ബ്രോ ഇളയമ്മ എഴുന്നള്ളിച്ച് കൊണ്ടുകിടക്കുന്ന ഗംഗക്കുതിരയുടെ കഴുത്തില് ഒരിക്കലും താലി കെട്ടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ആ ബ്രോ, ഇളയമ്മയുടെ വയറ് പറഞ്ഞു. ജയന്തി, പതുക്കെ കഴിച്ചാ മതി, എന്നാലല്ലേ കൂടുതൽ കഴിക്കാൻ പറ്റൂ. ശരിയാണ് ചേട്ടാ. പൊയ്ക്കോ പൊയ്ക്കോ, ഇതിന് പകരം വീട്ടാനുള്ള ഒരു വജ്രായുധം ഒരുക്കുന്നുണ്ട് ഞാൻ. കാത്തിരുന്നോ. ആന്റി, ഇവരെങ്ങനെ അറിഞ്ഞു? ആന്റി കണ്ട സ്വപ്നത്തിലെ അരവിന്ദേട്ട് ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ സംഭവിച്ചു? മനസ്സിലായി, ആനന്ദേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആനന്ദേട്ടൻ സ്വപ്നത്തിലുണ്ടായിരുന്നല്ലോ. ആന്റി, ജയന്തി, അഖിലേച്ചിയുടെ സെക്രട്ടറി ഇല്ലേ, താലപ്പൊലി എടുക്കുന്ന പോലെ ഫയലും പിടിച്ച് പിറകെ നടക്കുന്നവള്, എന്താ അവളുടെ പേര്? സ്റ്റെല്ല. അതെ, അവളെ നാളെ മുതൽ വരാൻ പറയണം. എന്റെ പുറകെ നിക്കട്ടെ. അതെ അതെ, അതുകൂടി ആവുമ്പോ അസൽ അഖിലാന്റിയാണെന്ന് തോന്നുന്നു. കല്യാണി വന്നു. സമയം എത്രയും നോക്കട്ടെ. ഇന്ന് അവള് 2 മിനിറ്റ് താമസിച്ചാ വന്നേക്കുന്നത്. നോക്കിയേ, ഇത് ശരിയാവില്ല. ആന്റി അവളെ ഒന്ന് കൈകാര്യം ചെയ്യും. ഞാനൊന്ന് കാണട്ടെ. അവളെ വിളിക്കട്ടെ. കല്യാണി, എടി കല്യാണി, നിന്നെ അഖിലാന്റി അല്ല വിലാസിനെ ആന്റി വിളിക്കുന്നു. അവള് വരുന്നുണ്ട്. എന്താടി നിന്റെ ഉദ്ദേശം? നിനക്ക് തോന്നുന്ന സമയത്ത് വരാനും പോകാനും ഇത് നിന്റെ വീട്ടിലെ അടുക്കളയല്ല. അഖിലേച്ചി പോയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ ഈ തോന്നിയാസം. എന്താടി, ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ?
തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇല്ലെങ്കിൽ അതേ അധികാരമുള്ള തൃച്ചംബരത്ത് വിലാസിനി ഉണ്ട് ഇവിടെ. അല്ലാതെ തൃച്ചംബരം അനാഥമായി പോയിട്ടൊന്നുമില്ല. എന്താടി തല കുനിച്ച് നിൽക്കുന്നേ? നീ എന്താ വൈകിയെന്ന്? ദേ, കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയിട്ട് ജോലിക്ക് കേറിയാ മതി. ചോദിച്ചത് കേട്ടില്ലേ? എന്താ വൈകിയെന്ന്? ഞാൻ വൈകിട്ടൊന്നുമില്ല മാഡം. വൈകിയില്ലെന്നോ? കള്ളത്തരം പറയുന്നോടി. അതെ, നീ ഇന്നലെ വരെ വന്ന സമയത്തേക്കാളും 2 മിനിറ്റാ ലേറ്റ് ആയിരിക്കുന്നെ. അതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. മാഡം, ഞാൻ ഒട്ടും വൈകിട്ടില്ല. സാധാരണ വരുന്ന സമയത്ത് തന്നെ ഇന്നും വന്നത്. മാഡത്തിന്റെ വാച്ച് തെറ്റായിരിക്കും. ആന്റിയോട് തർക്കത്തിന് പറയുന്നോ? നിന്നെ ഞാൻ മാഡം, ഒരു കാര്യമില്ലാതെ എന്നെ അടിക്കരുത്. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. നിക്കടി അവിടെ. എന്താടി എച്ചൽ പാത്രം കഴുകുന്ന നിനക്ക് ഇത്രയ്ക്ക് ഹുങ്കോ? നീ ആരാന്നാടി നിന്റെ വിചാരം? തൃച്ചംബരത്തെ മഹാറാണിയെന്നോ? ഓ, അങ്ങനെ മോഹിക്കാനുള്ള വക ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ഇവിടുത്തെ വലിയ കുഞ്ഞ്. എടി, നിന്റെ ഉള്ളിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. വലിയ വീട്ടിലെ ആമ്പിള്ളേര് വാലിക്കാരികളെ കാണുമ്പോ കണ്ണും കയ്യും ഒക്കെ കാണിച്ചെന്നിരിക്കും. സൂക്ഷിച്ചാ അവളുമാർക്കൊക്കെ കൊള്ളാം. അഖിലേച്ചി നിന്നെ വെറും ഒരു അടുക്കളക്കാരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതാ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ദരിദ്രവാസി പെൺകുട്ടികളുടെ സമൂഹ വിവാഹത്തിൽ നിന്റെയും കല്യാണം ഉൾപ്പെടുത്തിയത്. നിന്റെ അഖിലാമ്മയുടെ നാടായ നാടൊക്കെ തൊഴുതു പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയല്ലേ? തിരിച്ചു വരാൻ ഏതായാലും കുറച്ച് ദിവസം എടുക്കും. അതിനകം നീ തൃച്ചംബരം വിട്ടു പോയിരിക്കും. നിന്നെ കെട്ടുകെട്ടിച്ചിരിക്കും ഈ വിലാസിനി. നിന്നെ രക്ഷിക്കാൻ അഖില പ്രാർത്ഥിക്കാൻ പോയ സാക്ഷാൽ മഹേശ്വരൻ വന്നാലും നടക്കില്ലടി. നീ ഒരുത്തി കാരണ ആ നന്ദനയുടെയും അരവിന്ദിന്റെയും ജീവിതം താളം തെറ്റിപ്പോയത്. ഇതെങ്ങാനും ആ മഹേശ്വരിയമ്മ അറിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും അറിയാമോ? വെട്ടിക്കൊല്ലും നിന്നെ പച്ചയ്ക്ക്. അതിനു മുന്നേ എനിക്ക് നിന്നെ ഇവിടുന്ന് തുടച്ചു നീക്കണം. അതിന്റെ ഭാഗമായി ഇത് നിനക്കായി ഓങ്ങി വെച്ച കയ്യാ. ഇത് നിന്റെ കവിളത്ത് പതിച്ചില്ലെങ്കിലേ ഈ കൈക്ക് നാണക്കേടാ. നിന്നെ ഇന്ന് ഞാൻ വിലാസിനി. ഈശ്വര, മഹേശ്വരി അമ്മ പറഞ്ഞ നാവെടുത്തില്ല. അതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. എന്താടി ഇവിടെ ഒരു ബഹളം? രാവിലെ തന്നെ ജോലിക്കാരെ ശിക്ഷിക്കാനും മര്യാദ പഠിപ്പിക്കാനും തുടങ്ങിയോ? അഖിലാണ്ടേശ്വരി ഇല്ലാത്തതിന്റെ പവറ് കാണിക്കുകയായിരിക്കും. കഷ്ടം. കല്യാണി, കാറിൽ എന്റെ പെട്ടിയും ബാഗും ഒക്കെ ഇരിപ്പുണ്ട്. അതെടുത്ത് എനിക്കുള്ള റൂമിൽ കൊണ്ടുവയ്ക്കണം. ഇനി കുറച്ചു നാള് ഞാനിവിടെ കാണും. അടങ്ങി ഒതുങ്ങി നിന്ന എല്ലാവർക്കും കൊള്ളാം. നന്ദന എവിടെ? മോളിലുണ്ട്.
മോളെ മോളെ കരയരുത്. എന്റെ മോളെങ്ങനെ കരയരുത്. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ ഇതൊന്നും ശരിയാവില്ലെന്ന്. പിന്നെ എന്തിനാ വെറുതെ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്? മതി. നിന്നെ ഇങ്ങനെ കരയാൻ പഠിപ്പിച്ചല്ലോ അമ്മയും അച്ഛനും വളർത്തിയത്. ഒരാൺകുട്ടിക്ക് കൊടുക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യവും തന്നല്ലേ. എന്നിട്ടും നീ ഇങ്ങനെ തൊട്ടാവാടിയ പോലെ. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? അമ്മ, നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ ബന്ധങ്ങളാ. ഞാൻ തളർന്നു പോയമ്മ. തോറ്റ് തോറ്റ് ഇല്ലാതായി പോയ പോലെ. മോളെ, തളരരുത്. തളരുന്നവരുടെ മുന്നിൽ ലോകം കൊഞ്ഞനും കുത്തി കാണിക്കും. അതാ കാലം. ദേ, അമ്മ വന്നില്ലേ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടേ മടക്കയാത്രയുള്ളൂ. ധൈര്യമായിട്ടിരിക്കേ. പരിഹാരം? എന്ത് പരിഹാരം അമ്മേ? നാളെ ഇതല്ലേ ആവർത്തിക്കുന്നത്? കോമാളി വേഷം കെട്ടി കെട്ടി മടുത്തു. നന്ദനെ, ഇത്തവണ ഈ മഹേശ്വരി വന്നിരിക്കുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാ. മോൾ അമ്മ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ നിനക്ക്? നോക്കും നോക്കും. നീ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ ഇറക്കാൻ നോക്കിയാലും അത് ഈ തൃച്ചംബരത്ത് വില പോവില്ല. പ്രത്യേകിച്ച് വിലാസിനി ഇവിടെ ഉള്ളപ്പോ. പണ്ട് പല പ്രാവശ്യം മുടങ്ങിയ കല്യാണമാ അമ്മ തന്ത്രത്തിലൂടെ നടത്തിയത്. എന്താ, അത് മറന്നു നീ? അന്നത്തെ അരവിന്ദ് അല്ലല്ലോ ഇന്ന്. എത്രയോ മാറി. അന്നീ തൃച്ചംബരമായിട്ട് സംബന്ധം ഉണ്ടാക്കിയതും ഇന്ന് പിണക്കം അവസാനിച്ച് മടങ്ങി വന്നതും ഒന്നും കാണാതെയല്ലെന്ന് എന്റെ മോൾക്ക് നന്നായിട്ട് അറിയാലോ. അഖിലാണ്ടേശ്വരിയും ശിവരാമനും തീർത്ഥാടനവും പൂജകളും പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ ഇതിനൊരു തീർപ്പുണ്ടാക്കണം. ഉണ്ടാകും. ഏതിന്? ഫോൺ. വ്യക്തമായ പ്ലാനിങ്ങോടെ നീങ്ങിയ തൃച്ചംബരത്തെ അളവറ്റ സമ്പത്ത് മാത്രമല്ല, അധികാരത്തിന്റെ ചെങ്കോലും കൂടി നിന്റെ കയ്യിലിരിക്കും. കണ്ണൊക്കെ തുടച്ച് റെഡിയാവും. ദേ, അമ്മയ്ക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. ഒന്ന് ഫ്രഷ് ആവണം. ദാ അച്ഛന്. ഹലോ. ആ എത്തി. ദാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വിളിക്കാം. എന്താ മച്ചു, നിനക്കെന്തോ ടെൻഷൻ ഉള്ള പോലെ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നതാ. ഏയ് ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. ആനന്ദേ, എന്നോട് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? നീയും കല്യാണിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അങ്ങനെ വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല.
അഖിലാന്റി എന്തെങ്കിലും പറഞ്ഞതാവാന്ന് കരുതാൻ ആന്റി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. നീ ഏതായാലും തുറന്നു പറയും. നിനക്കറിയാലോ കല്യാണി, അവൾ എന്റെ കണ്ണിൽ പതിഞ്ഞതിനേക്കാൾ മനസ്സിലാ പതിഞ്ഞത്. എന്റെ ഹൃദയത്തിന്റെ ഉടമയാ അവള്. അതിന് ഇന്നലെ നീരജ് വന്നിരുന്നു. എന്നിട്ട് നീരജുമായി സംസാരിച്ചു നിൽക്കുന്ന കല്യാണിയെ കണ്ടപ്പോ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഉള്ളിൽ ആരോ കനല് കോരിയിട്ടതുപോലൊരു ഫീലിംഗ്, ഒരു ഭാരം. എനിക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് തോന്നിയിട്ടേ ഇല്ല. ഇത്രേ ഉള്ളോ മച്ചു? ഇത് പ്രണയത്തിന്റെ ഒരു ഘട്ടമാണ്. പ്യൂപ്പ ചിത്രശലഭമായി വിടരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയില്ലേ, അതുപോലൊരവസ്ഥ. സ്വന്തം പെണ്ണിനെ ആരും നോക്കുന്നത് പോലും സഹിക്കാനാവാത്തൊരവസ്ഥയാണ്. അത് വിട്, നീ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിച്ചു കളഞ്ഞു. എടാ മച്ചു, അവൾ അങ്ങനെ ഒരു ഗന്ധർവനെയും കണ്ട് മോഹിച്ചു പോകുന്ന പെണ്ണല്ല. നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാ, നിന്റെ മാത്രം പെണ്ണ്. വലിയുഞ്ഞ് പുതിനാറ്റി. ആഹാ, എത്തിയല്ലോ. സുബ്രസാർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചായ കൊണ്ടുവരാം. അയ്യോ കല്യാണി വേണ്ട, ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. മാത്രമല്ല ഈ ചായ ഇപ്പൊ ഒന്ന് കുറയ്ക്കാനുള്ള ശ്രമത്തിലാ. എനിക്കൊന്ന് ഫോൺ ചെയ്യാനുണ്ട്, നിങ്ങൾ സംസാരിക്കും. കല്യാണി, ഞാൻ കണ്ടിരുന്നു വലിയുഞ്ഞ് വന്നിട്ട് പോകുന്നത്. ആ കാഴ്ച എന്റെ മനസ്സ് തളർത്തി കളഞ്ഞു. വലിയുഞ്ഞിന്റെ ഫോൺ കട്ട് ചെയ്തത് ഞാനല്ല, അച്ഛനാ. ആ ഫോൺ കണ്ടപ്പോ എനിക്ക് ഓടി വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് അച്ഛനെ ധിക്കരിക്കലാവും. മാത്രമല്ല വന്ന ആളിനെ അപമാനിക്കുന്നതിന് തുല്യാവില്ലേ? അതാ ഞാൻ. എന്നെ വലിയുഞ്ഞിന് മനസ്സിലാവുന്ന ഞാൻ കരുതണേ. എല്ലാം മനസ്സിലാവും കല്യാണി. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാൻ പയ്യൻ ഇടയ്ക്കിടെ വരുന്നതും, ദാസേട്ടൻ മകളെ കെട്ടാൻ പോകുന്ന പയ്യനെ സ്വീകരിച്ചിരുത്തുന്നതും, ചായ ഇട്ട് കൊടുക്കാൻ പറയുന്നതും, നിന്റെ കഴുത്തിൽ മിന്നു കെട്ടാൻ പോകുന്ന പയ്യന് നീ ചായ ഇട്ട് കൊടുക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. വലിയുഞ്ഞ്, ഈ കല്യാണിക്ക് ഇതാ ലോകം. മറ്റൊന്നുമില്ല എന്റെ മുന്നില്. എന്നെ എന്റെ വലിയുഞ്ഞ് മനസ്സിലാക്കണം. കല്യാണി, എനിക്കറിയാം ഈ മനസ്സ്. ഞാൻ വഴിയോരത്ത് വെച്ച് കണ്ട് പ്രണയിച്ചൊരു പെണ്ണല്ല നീ. എന്റെ ഹൃദയത്തിലേക്ക് പതിയെ പതിയെ ചുവട് വെച്ച് കയറിയവളാ. ഇപ്പൊ നീയെന്നോ ഞാനെന്നോ ഇല്ല കല്യാണി, നമ്മളാ. ഇവനിതെത്താ പുറത്തു നിൽക്കുന്നത്? ഇനി ആനന്ദ് ഇവിടെ ഇല്ലേ? ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല കല്യാണി. അയ്യോ, ഇത് ആരാ വരുന്നേ? നന്ദനയുടെ അമ്മയല്ലേ? നിനക്കെന്താടെ ഭ്രാന്ത് പിടിച്ചോ? നീ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? നീ എന്തിനാ വെറുതെ കിടന്ന് അലറുന്നത്? നിനക്കെന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. മാറി നിൽക്ക്. ആന്റി നിക്ക്. നിനക്കിതെന്തു പറ്റിയതാ? മര്യാദയ്ക്ക് അങ്ങോട്ട് മാറടാ. മുന്നിൽ വന്ന് ഒന്ന് കോപ്രായം കാണിക്കുന്നു. മാറ.